ഹായ്, ഞാൻ സ്നേഹ. SL ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ബോയ്സിനായാലും ഗേൾസിനായാലും കുറേ സൈക്കോളജീസ് ഉണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ അറിയണം എന്നുള്ളത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ബോയ്സിൻ്റെ കുറച്ച് സൈക്കോളജിയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ പ്രണയിക്കുന്ന ആളുകൾക്കാണെങ്കിലും അതല്ല മാരേജ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ പോലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതായത് ബോയ്സിൻ്റെ സൈക്കോളജി അറിയുക എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും എല്ലാ പെൺകുട്ടികൾക്കും ആഗ്രഹമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന സൈക്കോളജിയൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ പ്രണയത്തിലൊക്കെ ആവുന്ന സമയത്ത് സാധാരണ നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ബോയ് നിങ്ങളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ കുറച്ച് ആൾക്കൂട്ടമൊക്കെ ഉള്ള സ്ഥലത്തോ അല്ലെങ്കിൽ കുറച്ച് ദൂരെ നിൽക്കുന്ന സമയത്താണെങ്കിലും നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ നിങ്ങളുടെ കണ്ണിലേക്ക് തന്നെ അവർ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, നിങ്ങളെ തന്നെ അവർ നോക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് നിങ്ങളാണ് അവരുടെ ലോകം എന്നുള്ളതാണ്. അതായത് നിങ്ങളെക്കാൾ വലുതായിട്ട് അവർക്ക് മറ്റൊന്നുമില്ല എന്നുള്ളതിൻ്റെ ഒരു സൈനാണ് അവർ നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ അത്രയും ക്യൂട്ടാണെന്നൊരു തോന്നലാണ് അവരുടെ മനസ്സിലപ്പോൾ വരുന്നുണ്ടായിരിക്കും. അങ്ങനെ ആ ഒരു ക്യൂട്ട്നെസ്സും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ നിങ്ങളോട് അത്രയും സ്നേഹം തോന്നുമ്പോഴൊക്കെ അവർ നിങ്ങളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരാൾ ഇങ്ങനെ നിങ്ങളുടെ കണ്ണിലേക്കൊക്കെ നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവരുടെ ലോകം നിങ്ങളാണ്, നിങ്ങളെ അവർക്ക് അത്രയധികം ഇഷ്ടമുണ്ട് എന്നുള്ളത്. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ കാണാറുണ്ട് സാധാരണ ഈ ബോയ്സൊക്കെ ഒരു സ്നേഹിക്കുന്ന പെൺകുട്ടിയോടാണെങ്കിലും മാരേജ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിലും കളിയാക്കാറുണ്ട്, ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. അപ്പോൾ ചില പെൺകുട്ടികൾക്കൊക്കെ അത് ചിലപ്പോൾ ദേഷ്യമാവാറുണ്ട്, അല്ലെങ്കിൽ എന്നിങ്ങനെ കളിയാക്കുകയാണ് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. സത്യം പറഞ്ഞാൽ അവർ നിങ്ങളെ കളിയാക്കുന്നതല്ല, അവർ ആ ഒരു ടൈം എന്ന് പറയുന്നത് അത് ഫണ്ണാക്കി മാറ്റുകയാണ്. മീൻസ് നിങ്ങളോട് അവർക്ക് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അവർ ആ ഒരു മൊമെന്റ് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുമായിട്ട് കൂടുതൽ അടുക്കണം, ഈ പഞ്ചാര അടിക്കാന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമൊക്കെ അവരുടെ മനസ്സിലുണ്ടാവുന്ന ടൈമിലാണ് അവർ നിങ്ങളിങ്ങനെ കളിയാക്കുന്ന രീതിയിൽ പെരുമാറുന്നൊക്കെ ഉണ്ടായിരിക്കും. അതല്ലാതെ മറ്റുള്ളവർ മുമ്പിൽ വെച്ചപ്പോൾ നിങ്ങളെ ഒരുപാട് കൊച്ചാക്കണം അല്ലെങ്കിൽ അവർക്ക് വലിയ ആളാവണം അങ്ങനെ വിചാരിച്ചുകൊണ്ടൊന്നും ആയിരിക്കില്ല. അപ്പൊ നിങ്ങളും ആ ഒരു ടൈമിന് ഒരു ഫണ്ണായ രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര രസമായിട്ട് മുന്നോട്ട് പോകുന്നുള്ളതാണ്. അപ്പൊ അവരങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചും അങ്ങനെ തന്നെ അവരെ കളിയാക്കിയിട്ട് സംസാരിക്കാം. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര രസമായിട്ട് നിങ്ങൾക്ക് രണ്ടും കൊണ്ടുപോകാനായിട്ട് പറ്റും. അവർ ആഗ്രഹിക്കുന്ന കാര്യം അത് തന്നെയാണ്. അതായത് ഒരിക്കലും നിങ്ങളോട് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല അവർ നിങ്ങളെ കളിയാക്കുന്നുണ്ടാവുക. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സൊക്കെ നിൽക്കുന്ന ടൈമിലൊക്കെ ആയിരിക്കും ഇത്തരത്തിൽ നിങ്ങളെ കുറിച്ച് കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അത് സ്നേഹക്കൂടുതൽ കൊണ്ടാണ്, അവരുടെ രീതിയിൽ പറയുകയാണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സ്നേഹപ്രകടനമാണ് ഈ ഒരു കളിയാക്കൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നിങ്ങൾ തെറ്റായ രീതിയിൽ എടുക്കേണ്ട ആവശ്യമില്ല, അത് സ്നേഹക്കൂടുതൽ കൊണ്ട് മാത്രമാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ബോയ്സിന് പൊതുവെ ഇമോഷൻസ് കുറവാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. അതിപ്പോൾ ഇന്നത്തെ സൊസൈറ്റിയിൽ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ബോയ്സിന് കുറച്ച് ഇമോഷൻസ് കുറവാണ്. പക്ഷെ ഇപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയി പോകുന്ന അല്ലെങ്കിൽ എല്ലാത്തിനും ഇമോഷണലി കാണുന്ന ആളുകളാണ് പെൺകുട്ടികളെന്ന് പറയുന്നത്. ബോയ്സ് നേരെ തിരിച്ചുമാണ്. അപ്പൊ ഈ പെൺകുട്ടികളെ എങ്ങനെയാണ് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഐ മിസ് യു എന്ന് മെസ്സേജ് അയക്കും. അതായത് കുഞ്ഞിതായിട്ട് മിസ് ചെയ്താൽ മതി, അപ്പൊ തന്നെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. ചിലതാണ് അങ്ങനെ അയക്കാതെ ഒരുപാട് മിസ് ചെയ്യുന്ന സമയത്ത് അയക്കുന്നത്. പക്ഷെ ആൺകുട്ടികൾ എങ്ങനെയാണെന്നറിയോ, മിസ് യു എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരുന്നത് കുറച്ച് റിസ്ക്കാണ്. അതായത് അവര് മിസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് പറയാത്ത ആളുകളായിരിക്കും. ചിലപ്പോൾ ഒരുപാട് ഇങ്ങനെ കാണണം എന്ന് മിസ് ചെയ്യുന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അത് പുറമെ ഒരുപാട് അങ്ങോട്ട് പ്രകടിപ്പിക്കില്ല. ബിക്കോസ് അവർക്ക് അങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്, അറിയില്ല. അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവർ അഥവാ നിങ്ങൾക്ക് മിസ് യു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവർ നിങ്ങൾ അങ്ങേയറ്റം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ, എനിക്ക് ആളെ ഇപ്പോൾ കാണണം, എനിക്ക് അവളെ ഇപ്പോൾ കാണണം, ഒന്ന് സംസാരിക്കണം, അങ്ങനെയൊക്കെ നമുക്ക് തോന്നില്ല. അത്രയും നമ്മൾ മിസ് ചെയ്യില്ലേ. അങ്ങനെ മിസ് ചെയ്യുന്ന സമയത്താണ് അവർ തുറന്നു പറയുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങളോട് അവർക്ക് ഇങ്ങനെ മിസ്സിങ് ഒക്കെ വരുന്ന സമയത്ത് ഐ മിസ് യു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, കുഞ്ഞിതായിട്ട് മിസ് ചെയ്യുന്നതല്ല, ഇതൊരു മിസ്സിങ്ങിന്റെ എക്സ്ട്രീം ആയിട്ടുണ്ട്. അത്രയും നിങ്ങളെ മിസ് ചെയ്യുന്നതുകൊണ്ടാണ് അവരങ്ങനെ ഒരു മെസ്സേജ് അയക്കാന്നുള്ളത്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ അറിയില്ല. അപ്പൊ അങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിയാത്ത ആളുകളാണ് ബോയ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മിസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇഷ്ടമാണെന്നുള്ളതൊന്നും ഇങ്ങനെ പറഞ്ഞു നടക്കാനോ ഇല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞിതായിട്ട് ഇങ്ങനെ സ്നേഹം തോന്നുമ്പോഴൊന്നും പറയാൻ അറിയാത്ത ആളുകളാണ്. അപ്പൊ അതിന്റെ അങ്ങേയറ്റം എത്തുമ്പോഴാണ് അവരത് പറയണ്ടാവുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഒരു സൈക്കോളജി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കറിയാം ആൺകുട്ടികളെന്ന് പറയുമ്പോൾ പൊതുവെ ഇങ്ങനെ പുറമെ കരയാത്ത ആളുകളാണ്.
അതിപ്പോൾ ഇന്നത്തെ സൊസൈറ്റിയിൽ എല്ലാവരും ചിന്തിക്കുന്ന കാര്യം അങ്ങനെ തന്നെയാണ്. ആൺകുട്ടികൾ കുറച്ച് ബോൾഡായിട്ടുള്ളവരാണ്, അങ്ങനെ കരയൊന്നുമില്ല, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ച് വെച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. യാഥാർത്ഥ്യം അത് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ബോയ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കരയാൻ അവർക്ക് അറിയില്ല. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരു എന്താ പറയുക വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതല്ല, പക്ഷേ എന്നാലും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലൊരു സൈക്കോളജി പറയുകയാണ്. ഇപ്പം നമ്മളൊരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ കൂടുതൽ കരയുന്നത് കാണാറുള്ളത് സ്ത്രീകളാണ് ഭയങ്കരമായിട്ട് ആ ഒരു വിഷമം പുറത്ത് കാണിക്കാറുള്ളത്. പുരുഷന്മാരെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ വിഷമം ഉണ്ടാവും, പക്ഷെ അവർ പുറത്തേക്ക് അങ്ങനെ കാണിക്കാത്ത ആളുകളായിരിക്കും. ഇപ്പോൾ കരയാതെ നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ, പുരുഷന്മാരെ കാണുമ്പോൾ നമ്മൾ പൊതുവെ വിചാരിക്കാറില്ല അവർക്ക് സങ്കടം ഇല്ലാത്തതുകൊണ്ടാണെന്നുള്ളത്. നമ്മുടെ ഉള്ളിൽ നമുക്കറിയാം അവർക്ക് ഒരുപാട് സങ്കടമുണ്ട്, പക്ഷെ അവർ കരയില്ല. പുരുഷന്മാർ കരയാത്തവരാണ് എന്നുള്ളതാണ് സമൂഹത്തിലെ ഒരു ചിന്ത എന്ന് പറയണത്. അപ്പൊ ഇവിടെ എന്താ ശരിക്കും വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിഷമങ്ങൾ പുറമെ കാണിക്കാത്ത അല്ലെങ്കിൽ കാണിക്കാൻ അറിയാത്ത ആളുകളാണ് ഈ ഒരു ബോയ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവര് കരയുക എന്ന് പറയുമ്പോൾ അവർ അത്രയും അധികം സ്നേഹിക്കുന്ന ആളുടെ മുമ്പിൽ മാത്രമായിരിക്കും. ഫ്രണ്ട്സിന്റെ മുമ്പിൽ പോലും കരയാത്ത ആളുകളുണ്ട്, എല്ലാവരും എന്നല്ല, കുറേ പേര് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സിന്റെ മുമ്പിൽ പോലും തന്റെ വിഷമം കാണിക്കണം എന്ന് വിചാരിക്കാത്തവരാണ്. അപ്പൊ അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ വിളിച്ചിട്ടൊക്കെ കരയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളെ അവർക്ക് അത്രയും ഇഷ്ടമാണ് എന്നുള്ളതാണ്. ആ ലോകത്ത് നിങ്ങളെ പോലെ മറ്റൊരു പെൺകുട്ടിയെ അവർക്ക് ഒരിക്കലും കാണാനോ ചിന്തിക്കാനോ കഴിയില്ല എന്നൊരു അർത്ഥം അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പയ്യൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് കരയുന്നുണ്ട്, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി അവർ കരയുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രോബ്ലം വരുമ്പോഴത്തേക്കും അവർ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഇഷ്യൂ ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ അവർ കരയുണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവർക്ക് അത്രയും നിങ്ങൾ ഇഷ്ടമാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ചിലരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പയ്യന്മാര് അല്ലെങ്കിൽ ബോയ്സ് ഒക്കെ കരയാണെന്നുണ്ടെങ്കിൽ ചില പെൺകുട്ടികൾ പറയാറുണ്ട്, ഓ ഇവൻ എന്ത് ഇങ്ങനെ എന്ന് വിചാരിക്കാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ കരയുന്നത് അവർക്ക് അത്രയും വിഷമം വരുന്ന സമയത്ത് മാത്രമാണ്. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടൊക്കെ അവർ കരയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളെ അവർക്ക് അത്രയും ഇഷ്ടമാണ്, മറ്റാരേക്കാൾ കൂടുതൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഒരു 3-4 കാര്യങ്ങൾ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി ഉപകാരപ്പെടുന്ന കുറച്ച് സൈക്കോളജീസ് ആണ്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവരുടെ ശരിക്കും എങ്ങനെയാണ് ബോയ്സ് അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റ രീതികൾ എങ്ങനെയൊക്കെയാണ്, സ്ത്രീകളിൽ നിന്നും അവർ എത്രത്തോളം വ്യത്യസ്തമാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ട് പെരുമാറുക. ഇപ്പൊ പയ്യന്മാർ ഒരുപാട് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇഷ്ടമല്ല എന്നൊരു അർത്ഥം വരുന്നില്ല എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. നമ്മൾ സ്ത്രീകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തരാണ് എപ്പോഴും പുരുഷന്മാരെന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞു പെരുമാറിയാൽ കുഴപ്പമില്ലാണ്ടൊക്കെ പോകും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെ തന്നെ, നമ്മൾ സ്ത്രീകളെ പോലെ തന്നെ അവരും എല്ലാ കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് പെരുമാറുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ബോയ്സിൻ്റെയും ഗേൾസിൻ്റെ ഒക്കെ സൈക്കോളജീസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇന്ന് ഉള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ട് എല്ലാവരുടെയും റിലേഷൻഷിപ്പ് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്